KSRTCയുടെ അഭിമാന സർവീസായി മാറിയിരിക്കുന്ന കോട്ടയം മൈസൂർ ബാംഗ്ലൂർ ഗരുഡ AC സീറ്റർ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. വൈകുന്നേരം 5:30 മണിക്ക് കോട്ടയത്ത് നിന്ന് സർവീസ് ആരംഭിച്ച് മൂവാറ്റുപുഴ, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഗൂഡല്ലൂർ, മുതുമല, ബന്ദിപ്പൂർ, മൈസൂർ വഴിയാണ് റൂട്ട്. ഷെഡ്യൂൾ ബസ് വർക്ക്ഷോപ്പിലേക്ക് പോയതുകൊണ്ട് ഇന്ന് സ്പെയർ ബസ്സാണ് പകരക്കാരൻ്റെ വേഷത്തിൽ എത്തിയിരിക്കുന്നത്. സ്വിഫ്റ്റ് വന്നിട്ടും മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും KSRTCയുടെ ഭാഗത്തു നിന്ന് കാണാനില്ല. ഷെഡ്യൂൾ ബസ് അല്ലാത്തതുകൊണ്ടാകും ഒരു ഡിപ്പോക്കാരും ഈ ബസ് തിരിഞ്ഞു നോക്കാത്തത്. കോട്ടയം ബാംഗ്ലൂർ ഷെഡ്യൂളായി ഓടുന്ന ബസ് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ഇടുക. ഇന്നത്തെ ബസ്സിൻ്റെ സാരഥികൾ ഹരിഗോവിന്ദും അജീഷുമാണ്. അജീഷാണ് ഡ്രൈവിംഗ് ഡ്യൂട്ടിയിൽ. ഏകദേശം 550 കിലോമീറ്റർ ദൂരമുണ്ട് ഈ റൂട്ടിന്. ബസ് ഫെയർ 850 രൂപയാണ്. എല്ലാവരും ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ബസ്സിൽ നിന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 30% അധിക നിരക്ക് കൊടുക്കേണ്ടി വരും. മുതുമല, ബന്ദിപ്പൂർ, കടുവാ സങ്കേതങ്ങളിലൂടെയുള്ള നൈറ്റ് ജംഗിൾ സഫാരിയാണ് ഈ ബസ് റൂട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട റൂട്ടാണ്. പോകാൻ ആഗ്രഹിക്കുന്നവർ 1 വീക്ക് മുന്നെയെങ്കിലും ബുക്ക് ചെയ്തിരിക്കണം. അതിവേഗം ടിക്കറ്റ് വിറ്റുപോകുന്ന സർവീസാണിത്. മുതുമല ചെക്ക് പോസ്റ്റ് വഴി രാത്രി 9 മണിക്ക് ശേഷം സ്പെഷ്യൽ പെർമിറ്റോടെ മൈസൂറിലേക്ക് പോകുന്ന ചില വണ്ടികളിൽ ഒന്നാണ് കോട്ടയം ബാംഗ്ലൂർ AC സ്വിഫ്റ്റ് ബസ്. ബസ് ഇപ്പോൾ അങ്കമാലി ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. സമയം 9 മണി. അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്നുമായിരുന്നു ഡിന്നർ. ബാംഗ്ലൂർക്ക് പോകുന്ന കല്ലടയുടെ AC സ്ലീപ്പറാണ് മുന്നിലുള്ളത്. ആവശ്യമായല്ലേ അങ്ങനെയാ. ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി സൂപ്പർ എക്സ്പ്രസ്സിന് പകരം വന്ന ATC 91 മുന്നിൽ പോകുന്നത്.
10:20 ബസ് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും വടക്കാഞ്ചേരി, ഷൊർണൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ വഴിയാണ് യാത്ര. ഷൊർണൂർ വഴി കടന്നു പോകുന്ന ഒരു ട്രെയിൻ ഇടതു സൈഡിൽ കാണാം. പന്ത്രണ്ട് 15 പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുകയാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് 3:20 നിലമ്പൂർക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് മുന്നിലുള്ളത്. ഒന്ന് 15 നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഡീസലൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ബാക്കി യാത്ര. ഡീസൽ അടിച്ച ശേഷം മടങ്ങിപ്പോകുന്ന ബാംഗ്ലൂർ പാല ഡീലക്സ് ബസ്. ഈ ബസ്സിന് ബാംഗ്ലൂരിൽ നിന്നും വരുമ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് പെർമിറ്റുള്ള ബസ്സാണ്. മല്ലപ്പള്ളി നിലമ്പൂർ സൂപ്പർഫാസ്റ്റും എത്തിയിരിക്കുകയാണ് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക്. ഈ ബസ്സിൻ്റെ മടക്കയാത്ര രാവിലെ 4:40 ഡീസലൊക്കെ ഫില്ല് ചെയ്ത ശേഷം നിലമ്പൂരിൽ നിന്നും ബസ് എടുക്കുന്നത് ഹരിയാണ്. നാടുകാണി ചുരമൊക്കെ കയറി വേണം ബാക്കി യാത്ര. ചുരത്തിൽ തമിഴ്നാട് ബോർഡർ കടന്നതും കുറച്ചു ഭാഗം റോഡ് വളരെ മോശമായ സ്ഥിതിയിലാണ്. കൂടല്ലൂർ ടൗൺ
ഗൂഡല്ലൂരിലേക്ക് എത്തിയപ്പോൾ സമയം 3:10 കഴിഞ്ഞിരിക്കുന്നു. ഇടത്തേക്കുള്ള റോഡ് പാട്ടവയൽ വഴി ബത്തേരിക്ക് പോകുന്ന റൂട്ടാണ്. സിമ്പിളായിട്ട് ഓടി ചെയ്താൽ മതി. ഈ കിട്ടുമല്ല ഒട്ടിച്ചതെല്ലാം കളഞ്ഞു. ഇതാണ് ഗൂഡല്ലൂർ KSRTC. വേണാണ്ടോളം കിടപ്പുണ്ട് അവിടെ. വെളുപ്പിന് പോകുന്നതായിരിക്കും അല്ലേ? രാത്രി 9 മണി മുതൽ രാവിലെ 6 മണി വരെ കാട്ടിലൂടെയുള്ള യാത്രാ നിരോധനം നിലവിലുള്ളതിനാൽ നൈറ്റ് പാസ് ഇല്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഇത്. ബസ്സിന് കടന്നു പോകാൻ കഴിയാത്ത വിധമാണ് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഡ്രൈവർമാർ അവരുമായി ഗുസ്തി പിടിക്കേണ്ട അവസ്ഥയാണ്. റോഡിന് നടുക്ക് വണ്ടികൾ കൊണ്ടുവന്നിട്ടാൽ നൈറ്റ് പാസ് ഉള്ള ബസ്സുകൾക്കും അവിടെ കിടക്കാനേ വിധിയുള്ളൂ. ഒരു വിധത്തിൽ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് യാത്ര തുടരുകയാണ്. നമ്മുടെ ബസ്സിൻ്റെ റൈറ്റ് സൈഡ് ലൈറ്റുകൾ വളരെ മങ്ങിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതു സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ആദ്യമേ പറഞ്ഞതാണ് KSRTCയുടെ മെയിൻ്റെനൻസിൻ്റെ കാര്യം. നമ്മുടെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും ആനിമൽ സൈറ്റിംഗ് ലഭിക്കുന്ന കാര്യം. തമിഴ്നാടിൻ്റെ ഭാഗമായുള്ള മുതുമല ഫോറസ്റ്റിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി കർണാടകയുടെ ഭാഗമായുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി വേണം പോകാൻ.
ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ വെളിയിലേക്കുള്ള ചെക്ക് പോസ്റ്റിലും വാഹനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഇവരെയൊക്കെ മാറ്റി വഴി വെട്ടിത്തെളിച്ച് വേണം ബാക്കി യാത്ര ചെയ്യാൻ. നമ്മുടെ ബസ് ലേറ്റായതാണ് ഇതിനൊക്കെ കാരണം. മുമ്പേ പോയതപ്പോ മേമ്പൂരല്ല. നിങ്ങൾ ഇനി ഇത് ഇതിട്ടോ കേട്ടോ, LED കണ്ണാടി. ഒരു വിധത്തിൽ വളരെ കഷ്ടപ്പെട്ട് ബസ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുന്നു. ബാംഗ്ലൂർ നിലമ്പൂർ റൂട്ടിലോടുന്ന ബസ്സും ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ മൈസൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം 5:55. ബാംഗ്ലൂരിൽ എത്തേണ്ട സമയമാണിത്. 2 മണിക്കൂറോളം ബസ് വൈകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. മൈസൂരിൽ നിന്നും യാത്ര തിരിച്ച് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലൂടെയാണ് യാത്ര. രാവിലെ നല്ല തണുപ്പൊക്കെയുണ്ട്. മൊത്തം മഞ്ഞ് മൂടിയ കാലാവസ്ഥയാണ്. ചിലതൊക്കെ ഓടുന്നുണ്ടല്ലേ, പണി അറിയത്തില്ല.
കാലപ്പഴക്കം കാരണം മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കാൻ 2 കേരള ബസ്സുകളാണ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. ഇവിടെ പണ്ടൊക്കെ കർണാടക ബസ്സുകളൊന്നും കേരള ബസ്സിൻ്റെ അയലത്തുകൂടി പോകില്ലായിരുന്നു. ഇന്ന് നമ്മുടെ ബസ്സുകൾ സ്പീഡ് ലോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് കർണാടകയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ കർണാടകയുടെ നിരവധി നോൺ സ്റ്റോപ്പ് സാരികെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിലൊരു ബസ്സാണ് ഇപ്പോൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നത്. യാത്രക്കാർ എല്ലാവരും ശ്രദ്ധിക്കുക. ബാംഗ്ലൂരിൽ നിന്നും മൈസൂറിലേക്കും തിരിച്ച് ബാംഗ്ലൂർക്കുമൊക്കെ യാത്ര ചെയ്യുന്നവർ നോൺ സ്റ്റോപ്പ് ബസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത സാധാ സാരികെ ബസ്സിൽ കയറിയാൽ 2 മണിക്കൂർ വരെ സമയനഷ്ടമുണ്ടാകും. നോൺ സ്റ്റോപ്പ് ബസ്സുകൾ അല്ലാതെ ഓടുന്ന മൈസൂർ ബാംഗ്ലൂർ സാരികെ ബസ്സുകൾ ശ്രീരംഗപട്ടണ, മണ്ഡ്യ, മദ്ദൂർ, ചന്നപ്പട്ടണ, രാംനഗര തുടങ്ങിയ ടൗൺ ബസ് സ്റ്റാൻഡുകളിലൂടെ യാത്ര ചെയ്ത് 3.5 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തേ ബാംഗ്ലൂരിൽ എത്തിച്ചേരുകയുള്ളൂ. നോൺ സ്റ്റോപ്പ് ബസ്സുകൾ 2 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നവയാണ്. നോൺ സ്റ്റോപ്പ് ബസ്സുകളുടെ ടിക്കറ്റുകൾ ലഭിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നുമാണ്. 186 രൂപയാണ് ബസ് ഫെയർ. സാരികെ ബസ്സുകൾക്ക് പുറമെ രാജഹംസ, ഐരാവത്, ഇലക്ട്രിക് ബസ്സുകളും ഓടുന്നുണ്ട് നോൺ സ്റ്റോപ്പായിട്ട് ഈ റൂട്ടിൽ. ബാംഗ്ലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന നോൺ AC ഡീലക്സ് ബസ്സാണ് മുന്നിൽ പോകുന്നത്. പതിവിലും വിപരീതമായി 2.25 മണിക്കൂർ ലേറ്റായിട്ടാണ് ബസ് എത്തിച്ചേർന്നത്. സ്പെയർ ബസ് ആയതുകൊണ്ടും ഇതിന് വലി കുറവായതുകൊണ്ടുമൊക്കെയാണ് ബസ് ഇത്രയും വൈകാൻ കാരണമെന്നാണ് ജീവനക്കാർ. അതുപോലെ ഈ ബസ് 80-ൽ ലോക്കിഡുമാണ്. ബാംഗ്ലൂരിൽ നിന്നും ഉച്ച കഴിഞ്ഞ് 3:45-നാണ് കോട്ടയത്തേക്കുള്ള ഈ ബസ്സിൻ്റെ മടക്കയാത്ര. ഏകദേശം വെളുപ്പിന് 4 മണിയോടുകൂടി കോട്ടയത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ്. അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയുള്ള രാത്രി നൈറ്റ് സഫാരിയൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ ഈ ബസ്സിൽ ഉറപ്പായും ഒരു തവണയെങ്കിലും യാത്ര ചെയ്തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.